1947 ശേഷം ഭാരതത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണമായിരുന്നു. സോമനാഥ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുക, അത് അഭിമാനത്തിൻ്റെ പ്രശ്നമായി കണ്ടത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയായിരുന്നു. പക്ഷേ നെഹ്റു അതിന് പൂർണ്ണമായിട്ടും എതിരായിരുന്നു എന്ന് മാത്രമല്ല, ഭാരതത്തിൻ്റെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം 1951 മെയ് 11 ഗുജറാത്തിലെ സോമനാഥിൽ നടന്ന ഈ പുനരുദ്ധരിക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിന് നെഹ്റു വ്യക്തമായി രേഖാമൂലം തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ആ എതിർപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആ ചടങ്ങിൽ പങ്കെടുത്തതും സംസാരിച്ചതും. അത് ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ആക്രമണങ്ങൾ നിരന്തരം നേരിട്ട ഒരു ചരിത്രാവശിഷ്ടത്തിൻ്റെ, ഒരു ആധ്യാത്മിക ചൈതന്യ കേന്ദ്രത്തിൻ്റെ അതിൻ്റെ പുനരുദ്ധാരണമാണ്. അതിനോടൊപ്പം അത് ഭാരതത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു വീണ്ടെടുക്കൽ കൂടിയാണ്. ആ രീതിയിലാണ് അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും അവിടെ പ്രസംഗിച്ചത്. പക്ഷേ നെഹ്റുവിന് അതിനോട് വലിയ എതിർപ്പായിരുന്നു.